ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 7 സ്ഥലങ്ങളിൽ യേശുവിൻ്റെ രക്തം ചൊരിയപ്പെട്ടു. 1. ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം 44 അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്, മറുവശത്ത് പൂർണ്ണ മനുഷ്യനുമാണ്. മനുഷ്യനെപ്പോലെ വിയർപ്പ് തുള്ളികൾ യേശുവിനും ഉണ്ടായിരുന്നു. താങ്ങാനാവാത്ത വേദന വന്നപ്പോൾ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. 2. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 30 കയ്യഫായുടെ നടുമുറ്റത്ത് യേശുവിൻ്റെ രക്തം വീഴ്ത്തപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ മുഖം വിരൂപമാക്കപ്പെട്ടു. നീണ്ട രോമങ്ങൾ വലിച്ചു പറിച്ചു. മുഷ്ടി ചുരുട്ടി കുത്തിയപ്പോൾ രക്തം ഒഴുകി. യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച വാക്കുകൾ നിവർത്തിയായി. 3. ശബത അല്ലെങ്കിൽ 6 അടി ഉയരമുള്ള പീഠം, പീലാത്തോസിൻ്റെ കൽത്തളം. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 1 ഭൂപരപ്പിൽ നിന്നും 12 പടികൾ യേശുവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. വസ്ത്രം അവർ പകുത്തെടുത്തു. ശരീരം ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചു, മുറിവേൽപ്പിച്ചു. ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു എന്ന പ്രവചനം നിവൃത്തിയായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 7 4. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 29 യേശുക്രിസ്തു രാജാവാണെന്ന് സ്വയം പറഞ്ഞതിനാൽ ധൂമവസ്ത്രം ധരിപ്പിച്ച് മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് തലയിൽ വെച്ച് അടിച്ചിറക്കി. 3 ഇഞ്ച് നീളമുള്ള വിഷമുള്ള, പിന്നീടത് പിലാക്രിസ്റ്റി എന്ന് വിളിപ്പേരായി. തലയോട്ടിയെ കടന്ന് ആ മുള്ള് അടിച്ചിറക്കി. അവിടെ രക്തം ഒഴുകി. 5. സങ്കീർത്തനം 22:16 കൈകളിൽ ആണി തറയ്ക്കപ്പെട്ടു, അപ്പോൾ രക്തം ഒഴുകി. 6. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 16 യേശുക്രിസ്തുവിൻ്റെ കാലുകൾ തുളച്ചു. യേശുക്രിസ്തുവിൻ്റെ പാദങ്ങളിലൂടെ ആണി കടന്നുപോയി. രക്തം വാർന്നൊഴുകി. നമുക്ക് എന്ത് ലഭിച്ചു? നമ്മുടെ കാലുകൾക്ക് ഒരു ആത്മീയ അധികാരം ലഭിച്ചു. 7. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 34 വിലാപ്പുറം കുത്തിത്തുളച്ചു. ഇന്നും ആ രക്തം നമ്മോട് സംസാരിക്കുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ വാൽവുകൾ തകർന്നുപോയി. എന്തിനു വേണ്ടി? ഞാനും നിങ്ങളും പ്രശ്നങ്ങളുടെ മധ്യേ ആയിരിക്കുമ്പോൾ തലയുയർത്തി ഒരു ആശ്ചര്യ ചിഹ്നമായി നമ്മെ നിർത്തുവാൻ ആ രക്തം മതിയായതാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലാണ് നാം ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ ആരാധനയ്ക്കും കടന്നു വരുന്നത്. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.